إن الحمد لله وصلي وسلم على نبينا مصطفى محمد صلى الله عليه وسلم وعلى آله وصحبه أجمعين أما بعد أعوذ بالله من الشيطان الرجيم ആയാത്തുൽ കൗനിയ പ്രകൃതി ദൃഷ്ടാന്തങ്ങൾ. ഖുർആൻ ഒരുപാട് പ്രകൃതി ദൃഷ്ടാന്തങ്ങളെ നമുക്ക് പരിചയപ്പെടുത്തുന്നുണ്ട്. അതിൽ ഏറ്റവും ഉന്നതമായ നിലയിൽ സ്ഥിതി കൊള്ളുന്നത് ആകാശങ്ങളുടെയും ഭൂമിയുടെയും സൃഷ്ടിപ്പു തന്നെ. ആ ആകാശങ്ങൾ അനേകായിരം നക്ഷത്രമണ്ഡലങ്ങൾ, ആകാശത്തു നിന്നു തന്നെ അനുഗ്രഹീതമായ ജലം മഴയായി ഭൂമിയിലേക്ക് പെയ്തിറങ്ങുന്നു. ആ പെയ്തിറങ്ങിയ മഴ മൂലം ഭൂമിയിൽ സസ്യലതാദികൾ മുളച്ചു പൊന്തുന്നു. ആ ഭൂമിയിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരുപാട് പർവ്വതങ്ങളെ സംവിധാനിച്ചിട്ടുണ്ട്. ആ ഭൂമി കരയും കടലുമായി വേർപിരിയുന്നു. സമുദ്രങ്ങൾ ആഴിയിലേക്ക് നാം ഇറങ്ങി ചെല്ലുകയാണെങ്കിൽ ഒരുപാട് അത്ഭുതങ്ങൾ ആ സമുദ്രത്തിന്റെ ആഴിയിൽ നമുക്ക് ദർശിക്കാൻ കഴിയും. രാവും പകലും മാറി മാറി വരുന്നത് അല്ലാഹുവിന്റെ ആ കൗനിയായ ദൃഷ്ടാന്തങ്ങളിൽ പെട്ടതാണ്. ഇങ്ങനെയുള്ള അനേകായിരം ദൃഷ്ടാന്തങ്ങൾ, അല്ലാഹുവിന്റെ കൗനിയായ പ്രകൃതിഷ്ടാന്തങ്ങൾ നമുക്ക് ദർശിക്കാൻ കഴിയും. എന്തിനാണ് ഇത്തരം ദൃഷ്ടാന്തങ്ങൾ നമുക്ക് അല്ലാഹുവിന്റെ വിശുദ്ധ ഗ്രന്ഥത്തിൽ കൂടി നമുക്ക് പരിചയപ്പെടുത്തുന്നത്? അല്ലാഹുവിന്റെ വഹദാനിയത്ത് നാം മനസ്സിലാക്കാനും അല്ലാഹുവിന്റെ വലിപ്പവും അതുപോലെ അല്ലാഹുവിന്റെ ശ്രേഷ്ഠതയും നാം ഉൾക്കൊള്ളാനും അല്ലാഹുവിനെ പറ്റി പഠിക്കാനും അങ്ങനെ അല്ലാഹുവിന്റെ ഒരു കൃത്യമായ അല്ലാഹുവിനെ കീഴ്വണങ്ങുന്ന ഒരു ദാസനായി മാറാനും വേണ്ടിയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇതൊക്കെ നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. ഈ ആയത്തുകളിൽ കൂടി, ദൃഷ്ടാന്തങ്ങൾ കൂടി, പ്രകൃതി ദൃഷ്ടാന്തങ്ങളിൽ കൂടി നമുക്ക് അല്ലാഹുവിലേക്ക് കൂടുതൽ അടുക്കാനും അല്ലാഹുവിന്റെ സൃഷ്ടി വൈഭവങ്ങൾ, അങ്ങനെയുള്ള കരവിരുതുകൾ നമുക്ക് മനസ്സിലാക്കാനും കഴിയും. എത്ര അത്ഭുതകരമാണ് ഈ പ്രകൃതിയിലുള്ള അല്ലാഹുവിന്റെ സംവിധാനങ്ങളും സൃഷ്ടിപ്പും. ഓരോന്നിന്റെയും പിന്നാലെ ചെന്നുകൊണ്ട് അനേകായിരം അല്ലാഹുവിന്റെ സൃഷ്ടിപ്പ്. നോക്കൂ നിങ്ങൾ, സമുദ്രത്തിൽ തന്നെ എത്രയെത്ര ജീവജാലങ്ങളാണ് സമുദ്രത്തിന്റെ അഴിയിൽ സ്ഥിതി ചെയ്യുന്നത്. ആകാശത്തിലേക്ക് നമ്മൾ നോക്കുകയാണെങ്കിൽ എത്രയെത്ര അത്ഭുതകരമായ സൃഷ്ടിപ്പാണ് അല്ലാഹു നടത്തിയിരിക്കുന്നത്. ഇതൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് അല്ലാഹുവിന് കീഴ്വണങ്ങുന്ന ഏറ്റവും നല്ലൊരു ഭൃത്യനായി, ഒരു ദാസനായി മാറാൻ നമുക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് ചെയ്യുമാറാകട്ടെ. ആഖിർ ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.